നമുക്കൊപ്പം യുവരാജ് ഗോകുൽ കൂടി. യുവരാജ് ഗോകുൽ, നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനെ നിർത്തുന്നു, വലിയ രീതിയിലുള്ള ഒരു മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു, ഒ രാജഗോപാലിനേക്കാൾ വോട്ട് നില ഉയർത്തുന്നു. 3,16,000 മറ്റും വോട്ടാണ്. പക്ഷേ എങ്കിലും 1,00,000-ൽ താഴെയാണ് ശശി തരൂരിനെ സംബന്ധിച്ച്. നിങ്ങളിപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെയാണ് ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരും തിരുവനന്തപുരവും തമ്മിൽ എന്ത് ബന്ധം എന്നൊരു ചോദ്യം ഉണ്ടാവും. ഇപ്പോൾ കുമ്മനം രാജശേഖരനാണെങ്കിലും ശരി, ഒ രാജഗോപാലാണെങ്കിലും ശരി, മലയാളികൾക്ക് അത് വളരെയേറെ പരിചിതനാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ ഒരു പുതുമുഖമാണ്. ശശി തരൂരിനെയും പന്നിനെയും പോലെയൊക്കെയുള്ള നാട്ടുകാരുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ സിറ്റിംഗ് MP-യുടെയും നിരന്തരം ഈ തിരുവനന്തപുരവുമായിട്ട് ഇടകലർന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവിൻ്റെ ഇടയിലേക്ക് എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടായത്? അരുൺകുമാറേ, ഇതിനകത്ത് ഒന്ന് ഞാൻ അതിലേക്ക്, ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനകത്ത് വരുന്നതിൽ ബുദ്ധിമുട്ടില്ല, അതിനകത്തേക്ക് വരാം. ഞാൻ അതിനകത്ത് ആദ്യം ആമുഖമായിട്ടൊരു കാര്യം തന്നെ പറഞ്ഞോട്ടെ. കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങൾ എടുത്തിരുന്നാലും ശരി തന്നെയാണ്, ആ സംസ്ഥാനങ്ങളുടെ എല്ലാം ഏറ്റവും വികസിതമായ പ്രദേശം എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തുകാരുടെ ഉള്ളിലുള്ളൊരു വികാരമാണ് തിരുവനന്തപുരത്തിനോട് ഒരു രണ്ടാംകിട സമീപനം. ഇതുവരെ കാലാകാലങ്ങളായി ഇവിടെ മത്സരിച്ച് ജയിച്ച എല്ലാ ജനപ്രതിനിധികളാകട്ടെ സർക്കാരുകളാകട്ടെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. തലസ്ഥാന നഗരിയെ രണ്ടാം നിരയിലേക്ക് പിന്തള്ളിക്കൊണ്ട് മറ്റ് പല പ്രദേശങ്ങൾക്കും പ്രാമുഖ്യം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ തലസ്ഥാന നഗരത്തിനെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള നിലപാടുകളാണ് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. 2009-ൽ ശശി തരൂർ വിശ്വപൗരൻ എന്ന് പറയുന്ന ഒരു ഇമേജോടുകൂടി തലസ്ഥാനത്തേക്ക് വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ശശി തരൂര് തലസ്ഥാനത്തെ മാറ്റിമറിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ബാഴ്സലോണ ട്വിൻ സിറ്റി പോലുള്ള പ്രഖ്യാപനങ്ങളും അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങളിലുമൊക്കെ മയങ്ങിയ ആൾക്കാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. 2009-ൽ ശശി തരൂര് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തിനാകട്ടെ ദക്ഷിണ കേരളത്തിനാകട്ടെ അദ്ദേഹത്തിന് കേരളത്തിന് തന്നെ മന്യൻ തന്നെയായിരുന്നു. കോവിഡ് ഒക്കെ വരുന്ന പിന്നീടല്ലേ, ഞാൻ 2009-ലെ കാര്യമല്ലേ പറയുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് ഇവിടെ മത്സരിക്കാൻ വരുന്ന കാലത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ IT നഗരം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ആ തിരുവനന്തപുരത്തെ IT നഗരങ്ങളുടെ പട്ടികയിൽ എടുത്ത് നോക്കുമ്പോൾ ഒരു 3 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം തിരുവനന്തപുരം എവിടെയാണ് നിൽക്കുന്നത്? 18ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 15 വർഷമായിട്ടൊരു വിശ്വപൗരൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ ഇവിടെ MP ആയിരുന്നതിന് ശേഷമുള്ള ഒരവസ്ഥയാണിത്. എന്ത് പുതിയ കാര്യമാണ് ശശി തരൂരിന് ഇവിടെ ഓഫർ ചെയ്യാനുള്ളത്? അദ്ദേഹം ഇവിടെ ആകെ ചെയ്ത് ഹൈമാസ്റ്റ് ലൈറ്റ് വയ്ക്കുകയും കുറച്ച് ബസ് ഷെൽട്ടറുകൾ ഉണ്ടാക്കുകയാണ്. അതിനൊരു വിശ്വപൗരനെ വീണ്ടും ജയിപ്പിച്ച് ഇവിടെ നയിക്കേണ്ടെന്ന് ആവശ്യമുണ്ട് എന്നൊന്നും തിരുവനന്തപുരത്തെ പൊതുജനങ്ങൾ വിശ്വസിക്കുന്നില്ല. മാത്രവുമല്ല, കഴിഞ്ഞ തവണത്തെ പോലെ ജാതി മത സമവാക്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അനുകൂലമാക്കിക്കൊണ്ട് ജയിച്ചു കയറാമെന്നുള്ള ഒരു സാഹചര്യവും ഇവിടെ ഇല്ല. ഇവിടെ തിരുവനന്തപുരത്തെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് മറ്റെല്ലാ സ്ഥലത്തെയും പോലെ തന്നെ ഒരു കേന്ദ്ര സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 2 പേരുടെ തമ്മിൽ പോര് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. 2 പേരും കൂടി ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള MP-മാരായ 55 പേരെ കിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. 55 MP-മാരുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടുള്ളൂ. 2004-ൽ പ്രമോദ് മഹാജൻ ഇത് തന്നെയാണ് പറഞ്ഞത്. 2004-ൽ പക്ഷേ 2014-ലും 2019-ലും കിട്ടിയില്ലല്ലോ. അത് കിട്ടാത്ത കാര്യം നമ്മൾ കണ്ടതാണല്ലോ. 2024-ലും കിട്ടാൻ പോകുന്നില്ല, 2029-ലും കിട്ടാൻ പോകുന്നില്ല. ആ കാര്യത്തെ കുറിച്ചിട്ട് ആർക്കും യാതൊരു സംശയവും വേണ്ട. ഞാൻ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിച്ച ഒരു മന്ത്രിസഭയിൽ ഒരു അംഗത്തെ കിട്ടും. രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടെക്നോക്രാറ്റുകളിൽ ഒരാളാണ് അദ്ദേഹം. തിരുവനന്തപുരത്തെ പോലൊരു IT നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പോലെ ഒരാൾ ജയിച്ചു പോകുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് ചെറുതല്ല. അദ്ദേഹം അദ്ദേഹം ഈ നഗരത്തിലേക്ക് വരികയും അദ്ദേഹം രാഷ്ട്രീയമായി ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തനം തുടങ്ങുകയും ചെയ്തതിനു ശേഷം 10-12 ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ റൂറൽ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ തിരിച്ചു പറഞ്ഞു തരും ആരാണ് രാജീവ് ചന്ദ്രശേഖർ എന്നും ആരായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യം. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് അത്രയും സുപരിചിതത്വം ഏറ്റവും താഴെത്തട്ടിൽ വരെ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ രാജീവ് ചന്ദ്രശേഖർ. നിലവിൽ അദ്ദേഹത്തിന് യാതൊരു അപരിചിതത്വവും തുലാസിലിട്ട് വെച്ചാൽ സാധാരണ കുട്ടികൾക്ക് രാജീവ് ചന്ദ്രശേഖരനെ അറിയാം, തിരിച്ചറിയാം എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ഗ്രൗണ്ടിലെ റിയാലിറ്റി. അതായത് സാധാരണക്കാർക്ക് രാജീവ് ചന്ദ്രശേഖരനെ അറിയാം എന്നുള്ളതാണ് പ്ലസ് പോയിന്റ് ആയിട്ട് നമ്പർ 1. നമ്പർ 2 മോദി സർക്കാർ. നമ്പർ 3 മോദി സർക്കാർ തുടരുമെന്നുള്ള നിങ്ങളുടെ വിശ്വാസം അല്ലേ? ഈ 3 കാര്യങ്ങളാണ്.